അസ്സലാമു അലൈക്കും. നമ്മളുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വായനയെ കുറിച്ചിട്ടാണ്. ഇഖ്റ, വായിക്കുക. പ്രവാചകനോട് വഹി ഇറങ്ങുന്ന സമയത്ത് ആദ്യം പറയുന്നത് വായിക്കാനാണ്. കാരണം വായന ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ വായന ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ്, ഇൻഫ്ലുവൻസ് ചേർന്നല്ല. വായന എന്ന് പറയുമ്പോൾ കേവലം വാക്കുകൾ കൂട്ടിയിരുത്തി വായിക്കുക എന്നുള്ളതല്ല. അതിനപ്പുറത്തേക്ക് നമുക്ക് മനുഷ്യരെ വായിക്കാൻ പറ്റും, ചരിത്രങ്ങൾ വായിക്കാൻ പറ്റും, സംഭവങ്ങൾ വായിക്കാൻ പറ്റും, ഓരോ സാഹചര്യങ്ങൾ വായിക്കാൻ പറ്റും. മനുഷ്യരെ വായിക്കുക എന്ന് പറയുമ്പോൾ തന്നെ കുറേ കാര്യങ്ങൾ വായിക്കാൻ പറ്റും. അതേപോലെ തന്നെ ഖുറാനെ വായിക്കാൻ പറ്റും. അപ്പോൾ ഞാനിതൊക്കെ വായിക്കാൻ പറ്റും എന്ന് പറയുമ്പോൾ അത് വായിക്കാൻ മാത്രം ഉള്ളതാണോ എന്നൊരു ചോദ്യം സ്വാഭാവികമായിട്ടുണ്ടാവും. അപ്പോൾ വായന എന്ന് പറയുമ്പോൾ എന്താണ് വായന എന്നുള്ള ഒരു സാധനത്തിൽ ആ ഒരു ചിന്ത ഒന്ന് ബിൽഡ് ചെയ്താൽ ഈ ഒരു ചിന്ത മാറും ചെയ്യും. അതായത് എന്താണ് വായന എന്ന് ചോദിക്കുമ്പോൾ ശരിക്കും മനസ്സിലാക്കലാണ് വായന, അണ്ടർസ്റ്റാൻഡിങ് ആണ് വായന. കാര്യം ഇപ്പോൾ ഖുറാനെ നമ്മൾ വെറുതെ വായിക്കുന്നപ്പുറത്തേക്ക് ഖുറാൻ മനസ്സിലാക്കുമ്പോഴാണ് അതിൻ്റെ യാഥാർത്ഥ്യത്തിലേക്ക് നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നത്. ചിന്തിക്കുമ്പോഴാണ് അത് നമുക്ക് വായിച്ചുകൊണ്ട് ഉപകാരമുള്ളൂ. അപ്പോൾ വായന എന്നാൽ പുസ്തകങ്ങളോ അല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളോ മാത്രമല്ല, ഒരാളുടെ ജീവിതത്തിൽ ഓരോ ദിവസവും അയാളുടെ മനസ്സിലാക്കൽ, അതായത് വായന എന്നത് മനസ്സിലാക്കലാണെങ്കിൽ അയാളുടെ മനസ്സിലാക്കൽ എപ്പോഴും ഉണ്ട്. അപ്പം നമ്മൾ ഒരു റീൽസ് കാണുമ്പോൾ പോലും നമ്മൾ അതിൽ നിന്ന് കുറേ കാര്യങ്ങൾ മനസ്സിലാക്കണ്ടല്ലോ. അപ്പോൾ നമ്മൾ റീൽസിനെ പോലും നമ്മൾ വായിക്കുന്നുണ്ട്. അവിടെ പോലും നമ്മൾ ശരിക്കും വേറൊരു കാര്യം കൊണ്ട് ചിന്തിക്കേണ്ടതുണ്ട്. നമ്മളുടെ മുമ്പിൽ വരുന്ന, നമ്മുടെ ഫീൽഡിൽ വരുന്ന റീൽസ്, നമ്മൾ വായിക്കുന്ന റീൽസ്, അത് ഏത് രീതിയിലുള്ള റീൽസ് ആവണം എന്നുള്ളത് നമ്മൾ ഡിസൈൻ ചെയ്തില്ലെങ്കിൽ നമ്മൾ എത്രത്തോളം ട്രാപ്പിലാണ്, എത്രത്തോളം കുഴി മാന്തി താഴേക്ക് പോവാണ് എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ബുക്സിനപ്പുറത്തേക്ക്, ഇത്തരം കാര്യങ്ങളപ്പുറത്തേക്ക് വായനയ്ക്ക് വിശാലമായൊരു ചർച്ചയ്ക്കുള്ള സ്കോപ്പ് ഉണ്ട്. എന്നാൽ അതിന് മറ്റൊരു സൈഡും കൂടെ ഉണ്ട്. ശരിക്കും വായനയ്ക്കൊരു നെഗറ്റീവ് സൈഡ്, അല്ലെങ്കിൽ വായനയ്ക്ക് മറ്റൊരു വശം കൂടെ ഉണ്ട്. അതായത് ഈ ചിന്തിക്കാൻ കാരണമാകുന്ന ഒരു സാധനമാണ് വായന, അല്ലെങ്കിൽ മനസ്സിലാക്കുക എന്നുള്ളത്. ഇപ്പോൾ ഒരാൾ മനസ്സിലാക്കുന്നതിൻ്റെ, അല്ലെങ്കിൽ ഒരാളൊരു കാര്യത്തിന് തഫ്സീർ കാണുന്നത് അതിൽ ശരിയായ വശത്തിലല്ലെങ്കിൽ മേ ബി അയാളുടെ ചിന്തകളും റോങ് ആയിട്ട് പോകാൻ സാധ്യതയുണ്ട്. അതായത് ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം, മീഡിയ ലിറ്ററസി കുറവുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം, ഇപ്പോൾ ഒരു ന്യൂസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ എന്തും ആയിക്കോട്ടെ, സിനിമകളൊക്കെ അതിന് ഏറ്റവും വലിയൊരു ഉദാഹരണമാണ്. ഇപ്പോൾ പ്രൊപ്പഗണ്ട സിനിമകളായിട്ടുള്ള, അല്ലെങ്കിൽ ഇസ്ലാമോഫോബിയൻ്റെ സിനിമകളൊക്കെ വരുമ്പോൾ അത്തരം സിനിമകൾക്ക് ഒരു സാധാരണക്കാരൻ എന്ന നിലയിൽ അതിനെ സമീപിക്കുമ്പോൾ അയാൾക്ക് ചിലപ്പോൾ ചിന്തിച്ചോളണമെന്നില്ല. അയാൾ അത്തരം കാര്യങ്ങളെ ചിലപ്പോൾ വളരെ നോർമലൈസ് ആയിട്ടുള്ള ഇതൊക്കെ ഉണ്ടല്ലേ, ഇത്തരം കാര്യങ്ങളും ഉണ്ടില്ല എന്നുള്ള രീതിയിൽ കാണുകയും ചെയ്യും. അതൊരു ചർച്ചാ വിഷയമായിട്ട് അറിയാതെ പോലും അത് ചർച്ച ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഇത്രത്തോളം വിശാലമായിട്ടുള്ള, ഞാൻ പറയാത്ത കുറേ കാര്യങ്ങൾ ഇനിയും ഉണ്ട് ഈ വായന എന്നുള്ള ഒരു ഭാഗം മാത്രം ചർച്ച ചെയ്യുമ്പോൾ. അപ്പം അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. എന്താണ് അതിനെക്കുറിച്ച് പറയാൻ? ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ ഇസ്ലാമിൻ്റെ ഖുർആൻ്റെ ആദ്യത്തെ ആയത്ത് ഇഖ്റ എന്നാണ്. നബിയോട് ആദ്യം പറഞ്ഞത് ഇഖ്റ. അതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അത് വായനയുടെ പ്രാധാന്യമുള്ളത് കൊണ്ടായിരിക്കാം പറഞ്ഞത്. എന്നതിന് പുറമെ തന്നെ എന്തിനായിരിക്കും ഒരു ഇസ്ലാമിക കാരണം ഇസ്ലാം എന്ന് പറയുന്ന കാര്യത്തിന് വായനയ്ക്ക് ഇത്രത്തോളം പ്രാധാന്യം കൊടുക്കാൻ വേണ്ടി മാത്രമല്ല എനിക്ക് തോന്നുന്നത് വായിക്കുക എന്ന് പറഞ്ഞത്. കാരണം ആദ്യം വേണ്ടത് ഒരു സമൂഹത്തെ അന്ധമായി ഫോളോയും ചെയ്യാതെ അവരെ ആദ്യമായിട്ട് വായിപ്പിച്ച് ഉത്ബോധനം നടത്തി സാക്ഷരത നേടിക്കൊടുക്കുക എന്നുള്ള കാര്യം ഉണ്ടായിട്ടേ കാര്യമുള്ളൂ എന്നുള്ളത് കൊണ്ടായിരുന്നു ആദ്യ നബിയോട് വായിക്കാൻ വേണ്ടി പറഞ്ഞു. ഖുർആൻ ഇറങ്ങുന്നത് ജാഹിലിയ്യ കാലഘട്ടത്തിലാണ്. അപ്പം ഞാൻ എൻ്റെ ഒരു വായന ഷെയർ ചെയ്യാം കേട്ടോ. ഖുർആൻ ഇറങ്ങുന്നത് ജാഹിലിയ്യ കാലഘട്ടത്തിലാണ്. അപ്പോൾ ആ കാലഘട്ടത്തിൽ ഖുർആൻ വായിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ആദ്യത്തെ സൂറത്ത് എന്ന് പറയുന്നത് ബക്കറയാണ്. ഒരു മൃഗത്തിന്റെ സൂറത്ത്. അവസാനത്തെ സൂറത്ത് പറയുമ്പോൾ നാസാണ്. അതായത് ഒരു മൃഗീയ ജീവിതത്തിൽ നിന്ന് ഒരു മനുഷ്യനാക്കി മാറ്റുന്ന ഒരു ജേണി ഉണ്ട്. ശരിക്കും ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ വായിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ആ ഒരു ജേണിയിൽ കൂടെയാണ് കടന്നു പോകുന്നത്. ശരിക്കും വായനയുടെ ഒരു ഇമ്പാക്ട്, അല്ലെങ്കിൽ ഖുർആന്റെ ഒരു ഇമ്പാക്ട് ഏറ്റവും ചുരുക്കത്തിൽ പറയാൻ പറ്റുമെങ്കിൽ ഇതാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അതുപോലെ തന്നെ ഖുർആൻ വായനയെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് ഉമർ റളിയല്ലാഹു അൻഹു ഖുർആൻ വായന കേട്ടിട്ടാണ് ഇസ്ലാമിലേക്ക് വരുന്നത്. അപ്പൊ അത്രത്തോളം വായന എത്രത്തോളം ഇമ്പാക്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളത്, ഒരാളുടെ ലൈഫിനെ ബാധിക്കുന്നുണ്ട് എന്നുള്ളത് അതിന്റെ ഉദാഹരണമാണ്. ഞാൻ മനസ്സിലായ ഒരു സാധനം പറയട്ടെ. ഇപ്പോൾ വായനയുടെ ഒരു പ്രത്യേകത കൂടെ അതാണ്. അതായത് ഇപ്പൊ ഞാനൊരു കാര്യം വായിക്കുമ്പോൾ ഞാൻ എൻ്റെ ലൈഫിലെ എക്സ്പീരിയൻസ് കൂടെ കണക്ട് ചെയ്തിട്ടാണ് വായിക്കുന്നത്. അത് എൻ്റെ ഇമാജിനേഷൻ അങ്ങനെ പോകും. പക്ഷെ നിങ്ങൾ അതേ സാധനങ്ങൾ വായിക്കുമ്പോൾ വേറെ രീതിയിൽ നിങ്ങൾ വായിക്കാം. അപ്പോൾ അത് വായനയുടെ വേറൊരു പവറും കൂടെയാണ് ശരിക്കും. അതായത് ഒരാൾ വായിക്കുമ്പോൾ അയാളുടെ ലൈഫിലെ എക്സ്പീരിയൻസ് കണക്ട് ചെയ്തിട്ട് ആണ് അയാൾ ഇമാജിൻ ചെയ്യാം. അതുകൊണ്ടാണ് അതിന്റെ ഇമ്പാക്ട് നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്ന അപ്പുറത്തേക്ക് പോകും എന്നുള്ളത് നമ്മൾ പറയണത്. ഈ ലൈഫ് ചിലരുണ്ടാവല്ലോ, ഒരു എന്തെങ്കിലുമൊക്കെ വിഷയം കാരണം ഒന്ന്
മാറി നിൽക്കുന്ന ഒരാളുകൾ ലൈഫ് ഒന്ന് മാറ്റണം, അല്ലെങ്കിൽ ഒന്ന് ബിൽഡ് ചെയ്യണം, റീബിൽഡ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് ഒന്ന് മോട്ടിവേറ്റ് ചെയ്യുന്ന ആളുകളുണ്ടല്ലോ, അവരിങ്ങനെ ലൈഫിൽ ഒരു ഡൂ ലിസ്റ്റിലും രാവിലെ മുതൽ ഇങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം അതിൽ ഉൾപ്പെടുത്താൻ പറ്റൊരു സാധനമാണ് ശരിക്കും ഒരു ദിവസം ഇത്ര വായിക്കണം എന്നുള്ളത്. കാരണം എല്ലാവരും പറഞ്ഞതാണ്, ഞാൻ പറഞ്ഞത് എല്ലാവരും പറഞ്ഞതാണ്. കാരണം അങ്ങനത്തെ ഒരു വായന എന്ന് പറഞ്ഞ ഹാബിറ്റ് ലൈഫിലുണ്ടെങ്കിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന അപ്പുറത്തേക്കുള്ള ചേഞ്ച് നമുക്ക് കൊണ്ടുവരാൻ പറ്റും. നമ്മുടെ ജീവിത രീതി മാറും, നമ്മുടെ ചിന്തകൾ മാറും, എല്ലാം മാറും. ചിന്ത മാറിയാൽ തന്നെ സ്വാഭാവികമായിട്ടും മനുഷ്യൻ മാറുമല്ലോ. അത് നല്ലൊരു ഹാബിറ്റ് ആക്കാൻ പറ്റിയ നല്ലതാണ്. അത് പറഞ്ഞാൽ തന്നെ എന്താ വായിക്കുന്ന, നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ വെറും പുസ്തകങ്ങളെ വായിക്കുന്ന അപ്പുറത്തേക്ക് മനസ്സുകളെ വായിക്കുക എന്നുള്ള കാര്യമുണ്ട്, മനുഷ്യന്മാരെ മനസ്സിലാക്കുക. അതെ അതെ, അങ്ങനെ ഒരു കാര്യങ്ങളുണ്ടല്ലോ. അപ്പൊ അതിൽ ഏറ്റവും വലിയ ഉദാഹരണം പറയുകയാണെങ്കിൽ നമുക്ക് എപ്പോഴും ഉദാഹരണം പറയുന്ന നബിതങ്ങളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന മനുഷ്യന്മാരെ മനസ്സിലാക്കിയ നല്ലൊരു വ്യക്തി. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്തേക്ക് എന്താ വരുന്ന ഓരോ വ്യക്തികളെയും ഓരോ സ്വഹാബികൾ നബിതങ്ങൾ മനസ്സിലാക്കിയിരുന്നു. നബിതങ്ങൾ നൽകുന്ന ഓരോ ഉത്തരവാദിത്തങ്ങളും അദ്ദേഹത്തെ മനസ്സിലാക്കിയിട്ടായിരുന്നു കൊടുത്തിരുന്നത്. അപ്പോൾ അതുപോലത്തെ മറ്റൊരു ഉദാഹരണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കുറേ സ്വഹാബികൾ എന്താ ഏറ്റവും അമലുകളിൽ ഏറ്റവും മഹത്തമായത്, ഏറ്റവും അഫ്ളലായ അമൽ ഏതാന്ന് ചോദിക്കുമ്പോൾ ഓരോ വ്യക്തിയോടും വ്യത്യസ്ത അമല പറയുന്നത്. അമലുകളിൽ ഏറ്റവും മഹത്വമുള്ളത് ഒന്നാണെങ്കിൽ നബിതങ്ങൾ എല്ലാവരോടും ഒന്നല്ല പറയേണ്ടത്. പക്ഷെ ഓരോ വ്യക്തികളോട് ചോദിക്കുമ്പോൾ, ഓരോ സ്വഹാബി ചോദിക്കുമ്പോഴും വ്യത്യസ്ത മറുപടിയാണ് നബിതങ്ങൾ പറഞ്ഞത്. അതിന്റെ കാരണം എന്താന്ന് പണ്ഡിതന്മാർ ചർച്ച ചെയ്യുന്നിടത്ത് പല കാരണങ്ങൾ പറയുന്നുണ്ട്. അതിലൊരു കാരണം ആ വ്യക്തിയോടാ പറയുന്നത്. ആ വ്യക്തിക്ക് ആ വ്യക്തി ചെയ്യേണ്ട ഏറ്റവും പ്രാധാന്യം കൊടുക്കേണ്ട അമൽ ഏതാന്ന് വെച്ചിട്ടാണ് നബിതങ്ങൾ ആ വ്യക്തിയോട് പറയുന്നത്. ഒരിക്കൽ നബിതങ്ങളോട് വെച്ചപ്പോൾ നിസ്കാരം പറഞ്ഞിട്ടുണ്ട്, ഒരിക്കൽ പറഞ്ഞപ്പോൾ മാതാപിതാക്കൾ അനുസരിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോ അതിന്റെ കാരണം വെച്ചാൽ ആ വ്യക്തിയോടാണ് നബിതങ്ങൾ പറയുന്നത് അമലുകളിൽ ഏറ്റവും നിന്നെ സംബന്ധിച്ചോളം ഏറ്റവും എന്നുള്ളത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നബി അദ്ദേഹത്തെ മനസ്സിലാക്കി അദ്ദേഹത്തിന് അനുയോജ്യമായ അമൽ പറഞ്ഞു കൊടുത്തു. അത് അദ്ദേഹത്തെ മനസ്സിലാക്കിയിട്ടാണ് അത് കൊടുക്കുന്നത്. അപ്പൊ നബി അദ്ദേഹത്തെ വായിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു കാര്യം ഉണ്ടല്ലോ അതില്. അല്ല, ഇമോഷൻസിന് ഒരാളെ മനസ്സിലാക്കുക പറഞ്ഞാൽ ചെറിയൊരു കാര്യമല്ല. കാരണം വെച്ചാല് അയാളുടെ സങ്കടങ്ങളിലൂടെ സന്തോഷങ്ങളിലൂടെ ഒക്കെ കടന്നു പോകുമ്പോൾ ശരിക്കും നമുക്കും അത് എഫക്റ്റ് ചെയ്യും. പക്ഷെ പ്രവാചകന്റെ കാര്യത്തിൽ ഭയങ്കര അത്ഭുതം ഉണ്ടാക്കുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ, സീരിയസ് ആയിട്ടൊന്ന് ആലോചിച്ച് നോക്കി, പ്രവാചകന് ഒരു ദിവസം എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. മദീനയിലെ കാര്യങ്ങൾ നോക്കണം, പ്രശ്നങ്ങൾ പരിഹരിക്കണം, ഇസ്ലാമിലേക്ക് പുതിയതായിട്ട് വരുന്ന ആളുകളെ നോക്കണം, അവരെ ഡീൽ ചെയ്യണം. അതിനിടയിൽ കൂടെ ആയത്തുകൾ ഇറങ്ങും, അതിനിടയിൽ കൂടെ ഭർത്താവാണ്, ഭാര്യമാരെ നോക്കണം, ആ നാട്ടിലുള്ള കുറേ കാര്യം ഡീൽ ചെയ്യണം. ഇതിൻ്റെ ഒക്കെ അപ്പുറത്തേക്ക് പ്രവാചകൻ എന്നൊരു വലിയൊരു ഉത്തരവാദിത്വം നോക്കുന്ന ആളാണ്. യുദ്ധങ്ങൾ വരും, അതിനിടയിൽ പ്രശ്നങ്ങൾ വരും, പ്രതിസന്ധികൾ വരും. ഇതിനൊക്കെ ഡീൽ ചെയ്യുമ്പോൾ ആ ഒരു സമയത്ത് പോലും പ്രവാചകൻ സ്വഹാബത്തിനെ മനസ്സിലാക്കി വായിച്ചിട്ട് ഇതൊക്കെ ഡീൽ ചെയ്തിരുന്നു എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമല്ല. പ്രവാചകൻ സ്വഹാബിമാരെ എത്രത്തോളം മനസ്സിലാക്കിയിരുന്നു എന്ന് പറയുന്ന മറ്റൊരു സംഭവം എന്ന് വെച്ചാൽ, അബൂ സുഫിയാൻ ഒരിക്കലും മദീനയിലേക്ക് വരുന്നുണ്ട്. ആ സമയത്ത് നബി തങ്ങൾ കാണുന്ന തൊട്ട് മുമ്പായിട്ട് സൽമാൻ റളിയല്ലാഹു അൻഹുവിനെയും ബിലാൽ റളിയല്ലാഹു അബൂ സുഫിയാനെ കാണുമ്പോൾ ഒരു തമാശ അദ്ദേഹത്തെ പറഞ്ഞ് കളിയാക്കുന്നുണ്ട്. കാരണം അദ്ദേഹം മക്കക്കാരുടെ നേതാവാണ് എന്ന നിലക്ക് ഒരു തമാശ പറഞ്ഞ് കളിയാക്കുന്നുണ്ട്. പക്ഷെ അബൂബക്കർ റളിയല്ലാഹു അൻഹു തിരുത്തി കൊടുക്കും, അങ്ങനെ പറയാൻ പാടില്ല, അദ്ദേഹം ഒരു നേതാവാണ്, മാത്രമല്ല നബിയെ കാണാൻ വന്ന വ്യക്തിയാണ്, അതിഥിയാണ്, അപ്പൊ അദ്ദേഹത്തെ കളിയാക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ തിരുത്തി കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ അബൂ സുഫിയാൻ വന്ന് നബി തങ്ങളെ കണ്ടിട്ട് പോയ ശേഷം അബൂബക്കർ റളിയല്ലാഹു അൻഹു ഇവരെ കുറിച്ച് പരാതിയായിട്ട് നബി തങ്ങൾ പറയും, ഇവരിങ്ങനെ അബൂ സുഫിയാനെ കളിയാക്കി, അത് ഞാൻ തിരുത്തി കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ നബി തങ്ങൾ ആദ്യം പറഞ്ഞത്, അത് അബൂബക്കർ നീ തിരുത്തിയത് അവർക്ക് വശമായിട്ടില്ലല്ലോ. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അറിയാം, ബിലാൽ റളിയല്ലാഹു അൻഹു സൽമാൻ റളിയല്ലാഹു അൻഹു അറിയാം, അവരെ മനസ്സറിയാം. അത് വായിച്ച വ്യക്തി എന്ന നിലക്ക് അവർ തെറ്റ് ചെയ്തിട്ടുണ്ടാവാം, അത് തെറ്റായിരിക്കാം, അബൂബക്കർ ചെയ്ത് ശരിയായിരിക്കാം, പക്ഷെ നബിതങ്ങൾ ആദ്യം പരിഗണിച്ചത് അവരുടെ മാനസികാവസ്ഥയാണ്. അപ്പോൾ പറഞ്ഞത് അവരെ വിഷമാവരുത് എന്ന് നബിതങ്ങൾ തിരുത്താണ്. ശരിക്കും ഇസ്ലാം പറഞ്ഞതും മറ്റുള്ളവരെ മനസ്സിലാക്കുന്നതാണ്. അല്ലെങ്കിൽ അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ ഭക്ഷണം കഴിക്കുന്നതിൽ പെട്ടവനെന്ന് ഒരിക്കലും പ്രവാചകൻ പറയൂല. അയൽവാസികളെ, മക്കളെ, മാതാപിതാക്കളെ ഒക്കെ മനസ്സിലാക്കിക്കൊണ്ടുള്ള ഒരു ജീവിതമാണ് ഇസ്ലാം പഠിപ്പിക്കുന്നതും. ഇപ്പൊ ഈ അടുത്തൊരു സംഘി മരിച്ചപ്പോ ആൾക്കാർ ഫേസ്ബുക്കിൽ ഭയങ്കര സന്തോഷം പ്രകടിപ്പിക്കുന്നത്. അപ്പോൾ സത്യം പറഞ്ഞാല് അതിനെതിരെ വന്നൊരു വേറെ പോസ്റ്റ് എന്റെ ശ്രദ്ധയിൽപ്പെട്ടു. അപ്പോൾ സംഘി മരിച്ചതായിരിക്കാം, പക്ഷെ അതവിടെ സന്തോഷിക്കുന്നുണ്ടെങ്കിൽ ഒരു മനുഷ്യന്റെ മനസ്സ് എത്രത്തോളം വികലമാവണം. കാരണം ഒരു ജൂതന്റെ ശവം കൊണ്ടുപോകുന്ന സമയത്ത് നബിതങ്ങൾ ആദരവോടെ എണീറ്റ് നിന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട പറഞ്ഞാൽ അത് നമ്മളുടെ നിലപാടിന് മാത്രമല്ല, നമ്മുടെ മനസ്സ് എത്രത്തോളം താർക്കികതയുടെ നൈരന്തര്യം എന്നൊക്കെ പറയില്ലേ, മനസ്സിലെ കാരുണ്യൊക്കെ കവർന്നെടുത്ത് പോയോ എന്നൊരു സംശയമുണ്ട്. അതിന്റെ ഏറ്റവും ഒരു കാരണം ഇത്തരം കാര്യങ്ങളില്ലാത്തതുകൊണ്ട് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ കുറച്ചൊക്കെ പുസ്തകവും ട്രാവലിങ്ങും അത്തരം കാര്യങ്ങളില്ലെങ്കിൽ നമ്മുടെ മനസ്സ് ഭയങ്കര മരവിച്ചു.
ഈ പുസ്തക വായനയൊന്നും ഇല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളൊക്കെ ഒരു മനുഷ്യന്റെ ചിന്താഗതി ഇങ്ങനെ മാറിപ്പോ. ഒരു മനുഷ്യൻ മരിക്കുന്നിടത്ത് പോലും ചിരിക്കുന്നുണ്ടെങ്കിൽ ഇത് ഒരു തരത്തിലുള്ള ഒരു മനസ്സിന്റെ ഉള്ളിൽ എവിടെയോ ഒരു ഒരു വിനയോ അല്ലെങ്കിൽ എന്തോ ഒന്നും ഇല്ലാത്തതുകൊണ്ട്, എന്തോ ഒരു സാധനം ഇല്ലാത്തതുകൊണ്ടാണല്ലോ ഇത് കേട്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നത്. ഔദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് പറഞ്ഞ ആ ഒരു ഇതിനെ കുറിച്ചിട്ട് നിങ്ങൾ പറഞ്ഞ സാധനം, അതായത് ഔദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം വരെ ചിലപ്പോൾ ശൈത്താനിൽ നിന്നുള്ള എല്ലാതും പോട്ടെ എന്നുള്ള സാധനമാണ്. ശരിക്കും അവിടെ മനസ്സിലാക്കേണ്ടത് പടച്ചവനോട് കാവലിനെ തേടുകയാണല്ലോ. അത് പടച്ചവനോട് കാവലിനെ തേടുകയാണ്. അപ്പോൾ പടച്ചവൻ അല്ലെങ്കിൽ ഒരാളെ ആശ്രയിക്കാതെ ഒരാൾക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ള സാധനമാണ് ആദ്യം എന്ത് ചെയ്യുമ്പോഴും നമ്മൾ ആദ്യം പറഞ്ഞത് അതാ. അപ്പോൾ ആ ഒരു മനസ്സിൽ ചെറിയൊരു സ്നേഹവും ചെറിയൊരു എല്ലാവരോടും വെക്കുന്നത് നല്ലതാണ് ശരിക്കും. അത് ഔദുവിന്റെ കാര്യം പറയുമ്പോൾ ഔദു എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരുന്ന എന്താ ശൈത്താനെ കുറിച്ചാണ്. പക്ഷെ വരേണ്ടത് അള്ളാഹിനെ കുറിച്ചാണ് വരേണ്ടത്. കാരണം അത്തരം ചിന്തകൾ മാറാൻ വേണ്ടിയാണ് ഔദു ഓതുന്നത്. പക്ഷെ ചിന്ത വരുന്നത് പിശാചിനെ കുറിച്ച് തന്നെയാണ്. അപ്പൊ നമ്മള് ഔദു ഓതിട്ടും നമുക്ക് ഇതാവുന്നില്ലെങ്കിൽ നമ്മൾ തിരുത്തണം എന്ന് പറയണം. അപ്പൊ ഔദു ഓതുമ്പോൾ അതിൽ ആദ്യം പറയുന്ന ഔദു ബില്ല, അള്ളാഹുവിനോട് ഞാൻ കാവലിനെ തേടുന്നതാണ്. മിനശ് ശൈത്വാനിർ റജീം വരുന്നത് ലാസ്റ്റ് ആണ്. പക്ഷെ നമ്മുടെ ചിന്ത ആദ്യം വരുന്നതും ശൈത്താനെ കുറിച്ച് തന്നെയാണ്, അള്ളാഹിനെ കുറിച്ചല്ല. അപ്പോ നമ്മുടെ ഔദോദൽ ഒന്ന് പുനർചിന്തിച്ച് വായിക്കണം എന്നുള്ളത് ഔദു വായന. അതുപോലെ തന്നെ ഔദുവും ഈഗോയും തമ്മിൽ ഭയങ്കര ബന്ധമുണ്ട്. കാരണം ഔദു ഓതുന്നത് എന്തിനാണ്? ഞാൻ ആശ്രയിക്കുകയാണ്, അള്ളാഹുവിനോട് ഞാൻ ആശ്രയിക്കുകയാണ്, കാവലിനെ തേടുകയാണ്. അതായത് ഞാനൊന്നും അല്ല, ഞാൻ അള്ളാഹുവിനോട് കാവലിനെ തേടുക എന്ന് പറയുന്ന ഒരു മനുഷ്യന്റെ ഈഗോ ഉണ്ടാവുമ്പോഴാണ് ഇത്ര ചിന്തകൾ ഉണ്ടാവുന്നത്. എനിക്കെല്ലാം പറ്റും എന്നുള്ള സാധനം അതില്ല. എനിക്ക് അള്ളാഹിന്റെ ആശ്രയം വേണം, കാവലിനെ തേടുന്ന ഒരു കാര്യമുണ്ട്. അതുപോലെ തന്നെ ഷെയ്ത്താനിൽ നിന്ന് ഷെയ്ത്താൻ ചെയ്ത തെറ്റെന്താണ്? ഷെയ്ത്താൻ ഒറ്റ തെറ്റ് ചെയ്തിട്ടുള്ളൂ, ഈഗോ ആണ് ചെയ്തത്. അന ഖൈറും മിൻഹു, ഞാൻ ആദമിനേക്കാൾ മനുഷ്യനേക്കാൾ ഞാനാണ് ഏറ്റവും ഉത്തമൻ എന്ന് പറയുന്നത് ഈഗോയാണ്. ഈഗോ ഉള്ള കാരണം കൊണ്ടാണ് പിശാച് തകർന്നടിഞ്ഞത്. അപ്പൊ അതിനെ വെച്ചുകൊണ്ടാണ് പറയുന്നത് ഈ ഈഗോ ഉള്ള ഷെയ്ത്താനിൽ നിന്നും ഞാൻ നിന്നോട് കാവലിനെ തേടുന്നു. അപ്പോൾ ഈഗോ ഉള്ള മനുഷ്യന്മാര് ഖുർആൻ വായനയ്ക്കുന്ന മുമ്പ് ഫസ്റ്റ് ഓതാൻ പറഞ്ഞത് ഔദു ആണ്. അപ്പോൾ ഈഗോ ഒക്കെ മാറ്റി വായിക്കണം എന്നുള്ളതാണ് അതിൽ പ്രധാനപ്പെട്ട കാര്യം. ഖുർആനിലധികം ചരിത്രങ്ങളാണല്ലോ പറയണത്. കുറെ കാര്യങ്ങൾ ചരിത്രങ്ങളാണ് പറയുന്നത്. ഈ ചരിത്രങ്ങൾ വായിക്കുന്നതിന്റെ ഇമ്പോർട്ടൻസ് ശരിക്കും, ചരിത്രങ്ങൾ മനസ്സിലാക്കുന്നതിന്റെ ഇമ്പോർട്ടൻസ് ശരിക്കും ചരിത്രങ്ങൾ എപ്പോഴും ആവർത്തിക്കും എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു സമൂഹത്തിൽ ഉണ്ടായ പരീക്ഷണങ്ങളും ഒരു സമൂഹത്തിൽ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങളും തന്നെ ആവും ഒരു കാലഘട്ടം കഴിഞ്ഞ് അടുത്ത സമൂഹത്തിലും ഉണ്ടാവാം. സാഹചര്യങ്ങൾ മാറും, അല്ലെങ്കിൽ വ്യക്തികൾ മാറും, പേരുകൾ മാറും എന്നുള്ളൂ. അതായത് ഒരേ ഇക്വേഷൻസ് ആണ് അപ്ലൈ ചെയ്യാന്ന് പറയില്ല, ആ ഒരു സാധനം ഉണ്ടാവാം. എന്നിട്ട് തടസ്സാവോ? അല്ല, രണ്ടിന്റെ ലൈറ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. നമുക്ക് തുടരാൻ പറ്റുമെന്ന് തുടരാം. കമന്റുകൾ വരട്ടെ. ഈ ചരിത്രങ്ങൾ ഖുർആനെ പറ്റി പറയുമ്പോൾ ഖുർആനിലധികവും വായനകൾ എന്ന് പറയുമ്പോൾ ചരിത്രങ്ങളാണല്ലോ. ചരിത്രങ്ങളാണ് ഖുർആനിൽ കുറേ ഉണ്ട്. പ്രവാചകന്മാരെ പല പല കഥകൾ കുറേ ഉണ്ട്. അപ്പോൾ ഈ ചരിത്രങ്ങൾ എന്തുകൊണ്ട് നമ്മൾക്ക് എല്ലാ കാലത്തും ആപ്ലിക്കബിൾ ആവുന്നു എന്നുള്ളൊരു ചോദ്യത്തിന് ശരിക്കും അതിന് ആൻസർ എന്താ വെച്ചാൽ, ശരിക്കും ഒരു സമൂഹത്തിൽ ഉണ്ടായിട്ടുള്ള കാര്യം തന്നെയാണ് മറ്റൊരു സമൂഹത്തിൽ മറ്റൊരു സമയത്ത് മറ്റൊരു രീതിയിൽ ഉണ്ടാവണത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പം അന്ന് നിങ്ങൾ പറഞ്ഞ പോലെ ജാഹിലിയ കാലഘട്ടത്തിൽ അവർ പുതിയൊരു കാര്യം വായിച്ച് പഠിപ്പിക്കുകയാണ് ചെയ്തത് ആളുകളെ. അല്ലാതെ പഴയതിനെ ഫോളോ അപ്പ് ചെയ്ത് ഇങ്ങനെ ബ്ലൈൻഡ് ആയിട്ടുള്ള സാധനത്തിനെ ഫോളോ അപ്പ് ചെയ്ത് വിശ്വസിച്ച് പോവല്ലായിരുന്നു. അപ്പോൾ ഈ ചരിത്രങ്ങൾ വായിക്കുന്നതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് ആണ്, അല്ലെങ്കിൽ ചരിത്രങ്ങൾ മനസ്സിലാക്കുന്നതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് അതാണ്. നമ്മളുടെ മുമ്പുണ്ടായ കാലഘട്ടത്തിലുള്ള തകർച്ചകളും ഉയർച്ചകളും ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇബ്നു ഖൽദൂന്റെ ഒരു കൗലുണ്ട്. അതായത് ഒരു വെള്ളത്തുള്ളി മറ്റൊരു വെള്ളത്തുള്ളിയോട് എത്രത്തോളം സാദൃശ്യമുണ്ടോ അത്രത്തോളം ഫ്യൂച്ചറും പാസ്റ്റും തമ്മിൽ സാദൃശ്യം ഉണ്ട് എന്നുള്ളത്. അതായത് ശരിക്കും നമുക്ക് നമ്മുടെ പാസ്റ്റിലെ കാര്യങ്ങൾ ഞാൻ വേറൊരു കാര്യം എനിക്ക് ഭയങ്കര എൻ്റെ മനസ്സിലേക്ക് ഭയങ്കര അടുത്തൊരു സാധനം ഞാൻ പറയട്ടെ. അതായത് ഈ പലരും പാസ്റ്റിൽ ഞാൻ അങ്ങനെ ഇരുന്നു ഒക്കെ അവരുടെ സങ്കടം പറയും, എനിക്ക് കുറെ തെറ്റ് പറ്റിയിരുന്നു, പാസ്റ്റിൽ അങ്ങനെ ഇരുന്നു ഇങ്ങനെയായിരുന്നു. ശരിക്കും അവരോടൊക്കെ ഞാൻ റിപ്ലൈ പറയുന്ന സാധനമാണ്, പാസ്റ്റിൽ ചെയ്ത തെറ്റുകളെ കുറിച്ചിട്ട് റിഗ്രറ്റ് ഉള്ള ഒരാൾക്ക് ഏറ്റവും നല്ല ഫ്യൂച്ചർ ബിൽഡ് ചെയ്യാൻ പറ്റും. കാരണം അവർക്ക് എനിക്ക് പാസ്റ്റിൽ അതില്ലാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം പോയി. ദുനിയാവിൽ ഞാൻ എന്ത് ചെയ്താലും എനിക്കൊരു പ്രശ്നമില്ല എന്ന് ചിന്തിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് പിന്നെ ദുനിയാവിൽ എന്ത് ചെയ്യാലോ, അയാൾക്ക് ചിന്തിക്കേണ്ട ആവശ്യമില്ല, അയാൾക്ക് ശരിയില്ല തെറ്റില്ല ചിന്തകളില്ല, അയാൾ എന്തൊക്കെയോ ചെയ്തു എന്തൊക്കെയോ ആയി മാറുകയാണ്. ശരിക്കും അതല്ലാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം അർത്ഥവത്താവുള്ളൂ. ഈ അടുത്ത് ഞാൻ കേട്ടൊരു സാധനമാണ്, ബഷീർ എങ്ങനെ ഇത്രയും നല്ലൊരു എഴുത്തുകാരനായി എന്നുള്ള സാധനത്തിൽ ബഷീർ പണ്ട് വായിക്കുമ്പോൾ ബഷീർ വായിച്ചിട്ടാണ് ഏറ്റവും നല്ലൊരു എഴുത്തുകാരനായത് ഒരു സാധനം ഞാൻ കേട്ടിരുന്നത്.
അപ്പോൾ വായിച്ചിട്ട് ഒരാൾ എഴുത്തുകാരനാകുമ്പോൾ ചിലപ്പോൾ അതിൻ്റെ ഗ്രാമറുകളോ അല്ലെങ്കിൽ അതിൻ്റെ ഈ വായനയുടെ ഒരു രസം കൊണ്ടാവും എഴുത്തുകാരനായത് എന്നുള്ളൊരു സാധനം ആദ്യൻ്റെ മനസ്സിൽ വന്നത്. പക്ഷെ അതൊരാൾ തിരിച്ചു തന്നെ എന്താ വെച്ചാൽ ബഷീർ ശരിക്കും വായിക്കുമ്പോൾ ബഷീർ വായിക്കുന്ന പുസ്തകങ്ങളിലെ മുസ്ലിം കഥാപാത്രങ്ങളൊക്കെ ഇതേമാതിരി കൊള്ളക്കാരനും കള്ളനൊക്കെയാണ്. പക്ഷെ ബഷീർ നോക്കുമ്പോൾ തൻ്റെ ചുറ്റുപാടിലുള്ള ആരും അങ്ങനത്തെ ഒരാളുമല്ല, അതേ പേരുള്ള ആളുകളൊക്കെ ഭയങ്കര അടിപൊളി ആൾക്കാരാണ്. അപ്പോൾ അവരുടെ സാഹചര്യം ചിലപ്പോൾ അങ്ങനെ ആയിരുന്നു. അപ്പോൾ ഞാൻ എന്തുകൊണ്ട് ഇങ്ങനത്തെ സാധനങ്ങൾ എഴുതിക്കൂടാന്നുള്ളതാണ് ബഷീർ എഴുതിയിട്ട്. അതായത് സത്യം എന്താണോ ബഷീറിൻ്റെ ലൈഫിലുണ്ടായ ചുറ്റുപാടാണെന്നാണ് അതാണ് ബഷീർ എഴുതിയത്. അതുകൊണ്ടാണ് ബഷീറിനെ ഇത്രയും നല്ല എഴുത്തുകാരനാക്കാനുള്ള റീസൺ വായനയാണെന്ന് പറയാം.